നമസ്കാരം. കോവിഡ് കാല അഴിമതിയിൽ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിവെച്ച് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെയും മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെയും അറിവോടെയാണ് അഴിമതി നടന്നത് എന്ന വാദമാണ് ഇതോടെ ചർച്ചയാകുന്നത്. കോവിഡ് കാലത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് PPE കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേടെന്നാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. 10.23 കോടി രൂപയുടെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ ഉണ്ടായി. പൊതുവിപണിയേക്കാൾ 300% കൂടുതൽ പണം നൽകിയാണ് PPE കിറ്റ് വാങ്ങിയതെന്ന് റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. PPE കിറ്റ് 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് വാങ്ങിയെന്നും 2 ദിവസത്തിന് ശേഷം മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയെന്നും റിപ്പോർട്ട് പറയുന്നു. 2 ദിവസത്തിൽ PPE കിറ്റിന്റെ വില 1000 രൂപ കൂടിയെന്നാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞ് സാൻ ഫാർമ എന്ന കമ്പനിക്ക് PPE കിറ്റിന് മുൻകൂറായി മുഴുവൻ പണവും നൽകിയെന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കെയാണ് ഈ ഇടപാട് നടന്നത്. ആരോഗ്യ വകുപ്പുമായും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായും ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളിൽ CAG നടത്തിയ പരിശോധനകളിലാണ് ഈ വസ്തുത തെളിഞ്ഞത്. CAGയുടെ പ്രധാന കണ്ടെത്തലുകൾ: ഉയർന്ന വിലയ്ക്ക് PPE കിറ്റ്. PPE കിറ്റിന് പരമാവധി വില 545 രൂപ എന്ന് സർക്കാർ തന്നെ നിശ്ചയിച്ച ശേഷമാണ് 1550 രൂപയ്ക്ക് വാങ്ങിയത്. സർക്കാർ നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിറ്റുകൾ നൽകാൻ സ്ഥിരം വിതരണക്കാരായ 3 പേരുൾപ്പെടെ 4 സ്ഥാപനങ്ങൾ തയ്യാറായിരുന്നപ്പോഴാണ് 300% ഉയർന്ന വിലയ്ക്ക് ഓർഡർ നൽകിയത്. സാൻ ഫാർമ, ഇന്നോവ്, A&A ട്രേഡിംഗ് വെഞ്ചേഴ്സ്, BNS ഹെൽത്ത് കെയർ, കിറ്റെക്സ് ഗാർമെന്റ്സ് എന്നിവരിൽ നിന്ന് 2,56,000 കിറ്റുകൾ വാങ്ങിയപ്പോൾ അധിക ചെലവ് 10.23 കോടി രൂപ. ഗ്ലൗസ് ഇറക്കുമതി. നൈട്രൽ ഗ്ലൗസ് ഇറക്കുമതി ചെയ്തു നൽകാം എന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വന്ന അഗ്രത ഏവിയോൺ കമ്പനിക്ക് 12.16 കോടി രൂപയ്ക്ക് 1 കോടി ഗ്ലൗസിന് ഓർഡർ നൽകിയതും ചട്ടവിരുദ്ധം. മുൻപരിചയമില്ല എന്ന് സ്വയം സമ്മതിച്ച കമ്പനിയാണിത്. 41.60 ലക്ഷം ഗ്ലൗസ് മാത്രമാണവർ എത്തിച്ചത്. മുൻകൂറായി കമ്പനിക്ക് നൽകിയ 50% തുകയായ 6.08 കോടി രൂപയിൽ 1.02 കോടി രൂപ ഇനിയും തിരിച്ചു പിടിക്കാനുണ്ട്. മഹാമാരിയുടെ കാലത്ത് ജനം പകച്ചു നിൽക്കുമ്പോഴാണ് ഒന്നാം പിണറായി സർക്കാർ ഈ പെരും കൊള്ള നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ജനത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിനപ്പുറം സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള സുവർണാവസരമായി സർക്കാർ കോവിഡ് മഹാമാരിയെ കണ്ടു. ഒരു ഭാഗത്ത് മരണസംഖ്യ മറച്ചുവെച്ചു, മറുഭാഗത്ത് കോടികളുടെ അഴിമതി നടത്തി. എന്നിട്ടാണ് PR ഏജൻസികളുടെ പ്രൊപ്പഗണ്ടകളിലൂടെ വ്യാജ ഇമേജ് കെട്ടിപ്പൊക്കിയത്. ഇന്ന് പുറത്തു വന്ന CAG റിപ്പോർട്ട് PR ഇമേജിനെ തകർക്കുന്നതാണ്. മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻ ഫാർമയിൽ നിന്നും 3 ഇരട്ടി വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നത് CAG റിപ്പോർട്ട് അടിവരയിടുന്നു. 3 കമ്പനികൾക്ക് 500 രൂപയിൽ താഴെ PPE കിറ്റുകൾ നൽകിയ അതേ ദിവസമാണ് സാൻ ഫാർമയിൽ നിന്നും 1550 രൂപയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയായിരുന്നു ഈ കരാറെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്.